ഒരമ്മ എങ്ങനെയാ മാഡം അമ്മയാണെന്നുള്ളത് കാണിക്കണ്ടേ? ജന്മം തന്നാൽ മാത്രം മതി, അല്ലെ കർമ്മം കൊണ്ടും കൂടി വേണോ? വേണ്ടേ? എന്നാൽ ഇനി ഞാൻ പറയാം. ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അമ്മയും അച്ഛനും തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മ ജോലിക്ക് പോകുന്ന കടയിൽ അമ്മ ജോലിക്കല്ല പോകുന്നതെന്നുള്ളത് അച്ഛൻ അന്ന് കണ്ടുപിടിച്ചിട്ട് അച്ഛൻ ചോദ്യം ചെയ്തു. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ, അതായത് എനിക്ക് 10 വയസ്സ്. ചോദ്യം ചെയ്ത സമയത്ത് അമ്മ എടുത്ത വഴിക്ക് അച്ഛനെതിരെ ഭയങ്കര ഇതാക്കിയിട്ട് ഞങ്ങളെ 2 പിള്ളേരെയും കൂടി, അതായത് അമ്മയുടെ വീട്ടിലായിരുന്നു താമസം, ഞങ്ങളെ 2ആളെയും കൂടി കൂട്ടി രാത്രി ഒരു 8 മണി 7:30 മണി റേഞ്ചിൽ ഞങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോയിട്ട് ഈ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി നിർത്തി. ആ നിർത്തിയെടുത്തുനിന്ന് പിന്നെ പിറ്റേന്ന് കേസ് കൊടുത്തു അമ്മ മുക്കം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. എൻ്റെ മാമൻ അവിടെ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു അന്ന്. മാമനെതിരെ, അച്ഛനെതിരെ, മേമയ്ക്ക്, അങ്ങനെ കുടുംബത്തിലെല്ലാവർക്കും എതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു. അമ്മേനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞിട്ട്. അച്ഛനുണ്ടാക്കിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ കടയിലുള്ള ഭാസ്കരൻ വൈദ്യർ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് അമ്മയ്ക്ക് ശരിയല്ലാത്തൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അന്ന് ഞങ്ങളുടെ പ്രായം ആലോചിക്കണം മാഡം. ഞാനാണ് മൂത്തത്, ഇത് ഇളയതാണ്. ഞാൻ 5ാം ക്ലാസ്സിലും ഇവൻ 3ാം ക്ലാസ്സിലാണ്, അല്ല ഇവൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3 വയസ്സിന് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. എന്നിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. അന്ന് ഞങ്ങൾക്ക് എനിക്ക് ബിസിനസ് ഉണ്ട് മാഡം, എനിക്ക് ഫോണില്ലാതെ ഒന്നും നടക്കില്ല, അതുകൊണ്ടാണ്. അല്ല കുഴപ്പമില്ല. അപ്പോൾ റിലാക്സ് ആവാന്ന് വെച്ചാൽ മാഡം, ഇത് എനിക്ക് 31 വയസ്സായി. ഈ വയസ്സിൻ്റെ ഇടയിൽ മാക്സിമം റിലാക്സ് ആയി ഈ കാര്യം കൊണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇമോഷൻ ഇല്ല. കാരണം വെച്ചാൽ അത്രയേറെ അനുഭവിച്ചിട്ടുണ്ട്. പറഞ്ഞുതരാം മാഡത്തിന്. മാഡം ഒരു സ്ത്രീയാണ്, ഒരു അമ്മയായിരിക്കും, ആരും ആയിരിക്കും, എന്തായാലും ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അങ്ങനെ അന്ന് അതിനുശേഷം പിറ്റേന്ന് കേസ് കൊടുത്തു. ഇത് അച്ഛനെതിരെയുള്ള കാര്യം കേട്ടോ, ഞങ്ങൾ മക്കളാണല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അതേപോലെ മാമനും, അതേപോലെ ഇപ്പം അമ്മ നിൽക്കുന്ന വീടുണ്ട്, അതായത് എൻ്റെ വല്യമ്മേൻ്റെ വീട്, അവിടെയുള്ള ഏട്ടന്മാരും കൂടി ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നു. മക്കളെ മാത്രം അവർക്ക് വേണം, മക്കളെ വിളിക്കണം എന്ന് പറഞ്ഞു. അതിൽ ഈ ഭാസ്കരൻ വൈദ്യരും എൻ്റെ അമ്മയും കൂടി കൊടുവാളെടുത്ത് ഞാനിട്ട് അവർക്കെതിരെ ഇറങ്ങി. കടയുടെ ഗ്രില്ലടച്ചിട്ട് കൊടുവാളെടുത്ത് മക്കളെ വിട്ടു തരില്ല എന്ന് പറഞ്ഞിറങ്ങി. എന്നിട്ട് ഞങ്ങൾ ആ റൂമിൽ പൂട്ടിയിട്ടു, ഇവനും കൂടി റൂമിൽ പൂട്ടിയിട്ടു. എന്നിട്ടാണ് ഇവരിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒച്ചയൊക്കെ നമുക്ക് പുറത്ത് കേൾക്കാം, റൂമിൽ പൂട്ടിയിട്ടാലും ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റും. എന്നിട്ട് ആ പ്രശ്നം പിന്നീട് നമുക്കറിയില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് അമ്മയും അച്ഛനും തമ്മിൽ കേസിലാണ്. ഞങ്ങളുടെ അമ്മയുടെ അടുത്താണ്. അമ്മ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് അമ്മേൻ്റെ വീതം സ്ഥലം അമ്മയ്ക്ക് കൊടുത്തു. കാരണം ഞങ്ങൾ മക്കളല്ലേ ഉള്ളൂ, അച്ഛനായിട്ട് തെറ്റി പിരിയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാഡം, അതാണ് അവസ്ഥ. അവസാനം ആകുമ്പോഴത്തേക്ക് മാഡത്തിന് മനസ്സിലാവും എന്തായാലും. 31 വർഷം കൊണ്ട് അച്ഛനെ കാണാറുണ്ട്. അച്ഛനെ അതിനു ശേഷമൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛൻ വരുമായിരുന്നു ഞങ്ങളെ കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളെ ഇങ്ങനെയും കൊണ്ടുപോയി. അതായത് അമ്മേൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയി. എൻ്റെ അച്ഛൻ ആകെ എൻ്റെ അമ്മേനെ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ചീത്ത പറയുന്നത്, അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഈ ഒരു പ്രശ്നത്തിനാണ്. അതിൻ്റെ മുന്നേ എൻ്റെ അച്ഛൻ ആഴ്ചയിലൊക്കെ വരുന്നതാണ്, നല്ല സ്നേഹത്തിലുമാണ്. പക്ഷേ ചിലവിനൊന്നും കൊടുക്കല്ലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അതെനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ അമ്മ ചെറുപ്പം മുതൽ പിരിവിന് പോയിട്ട്, ഫർണിച്ചറിൻ്റെ പിരിവിന് പോയിട്ടായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. പക്ഷേ മാമൻ്റെ അവിടെ ഇരുന്ന് ഞങ്ങളുടെ മാമൻ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയിട്ടില്ല. പക്ഷേ ഈ പ്രശ്നം, അതായത് എൻ്റെ അമ്മ മരുന്ന് കടയിൽ എന്ന് പോകാൻ തുടങ്ങി. മരുന്ന് കട എന്നുള്ള പേരേ ഉള്ളൂ. മാഡത്തിന് ഞാൻ വീഡിയോ കാണിച്ചാൽ അതിൻ്റെയൊക്കെ മരുന്ന് കടേൻ്റെ വീഡിയോ വരെ എൻ്റെ കയ്യിലുണ്ട്. അവിടെ മരുന്ന് കടയൊന്നും മരുന്ന് കച്ചവടം അല്ല അവിടെ നടക്കുന്നത്. അവിടെ കട്ടിലേക്ക് കിടക്കുക, കുളിമുറി, തുണി ആറിടുന്നു. എൻ്റെ അമ്മേൻ്റെ ഡ്രസ്സ് ഇതുപോലെ ആയിരിക്കില്ല അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ഇതുപോലെ ആയിരിക്കില്ല ഡ്രസ്സ്. ഇതൊക്കെ രാവിലെ ഒരു ഡ്രസ്സ് ഇട്ട് പോകുന്നു, വൈകുന്നേരം അവിടെ നിന്ന് വേറെ ഡ്രസ്സ് ഇട്ട് പോരുന്നു. ഇതാണ് എൻ്റെ അമ്മ ആ മരുന്ന് കടയിൽ. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നം ഇപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഇങ്ങോട്ടേക്ക്, അതായത് ഞാൻ 5ാം ക്ലാസ് പഠിച്ച് ഏകദേശം 6ാം ക്ലാസ് എത്തുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരു 7:30 ആയിട്ടുണ്ട്, 7:30 7:45 ഏകദേശം ആ റേഞ്ച് ആയിട്ടുണ്ടോ, ഒരാൾ വന്നു വീട്ടിലേക്ക്. അപ്പം ഞങ്ങൾ വീട് എന്ന് പറയുന്നത് ഞങ്ങൾ മുഴുവൻ പണിയൊന്നും കഴിച്ചിട്ടില്ല, പടവ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും. അമ്മയുടെ കൂടെയല്ല, അമ്മ വൈകുന്നേരം 5 മണി 5:30 6 മണീൻ്റെ മുന്നേയായിട്ട് അമ്മ വീട്ടിലെത്തും. മരുന്ന് കടയിൽ പോവുക, പണിക്ക് പോകാൻ വരികയാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സ്കൂളിൽ പോകുന്ന പ്രായമാണ്. ഞാൻ 6ാം ക്ലാസ്സിലും ഇവൻ 4ാം ക്ലാസ്സിലായിരിക്കും, 4 അല്ല 3-ലായിരിക്കും. അപ്പോൾ ഒരാൾ വൈകുന്നേരം വന്നു ഞങ്ങളോട് പറഞ്ഞു,
ഇത് ഈ കടയിൽ മരുന്നിനൊക്കെ വരുന്ന മാമനാണ്, ഇന്ന് മാമൻ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു. മാഡം ഒരു കാര്യം ആലോചിക്കണം, സ്വന്തം അമ്മേനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പറയേണ്ടി വരുന്നതെന്ന് അറിയും? ഇത്രയും കാര്യം പറയാതെ ഇരുന്ന് എന്തുകൊണ്ടാണെന്ന് അറിയും? നാണക്കേടാണ് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. കേൾക്കണം മാഡം, കേൾക്കണം. എന്താണെന്നറിയോ, എനിക്ക് അമ്മേനെ നിർത്തിയിട്ട് മാത്രമേ അമ്മയുടെ കാര്യങ്ങൾ പറയാനുള്ളൂ. ഇപ്പോ വേണ്ട മാഡം, ഇഷ്ടം പോലെ ആൾക്കാർ ഒന്നും വേണ്ട, ഇതിനൊക്കെ എല്ലാറ്റിനും തെളിവുണ്ട് മാഡം, എല്ലാറ്റിനും തെളിവുണ്ട്. ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഒരു മാമനാണ് കടയിൽ മരുന്നിന് വരുന്നതാണ്, അപ്പോൾ മാമന് വണ്ടിയില്ലാന്നോ, ബസ് കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കണമെന്ന്. അപ്പം സ്പോട്ടിൽ കച്ചറ ഉണ്ടാക്കി. എന്നിട്ട് അന്ന് അയാൾ പോയി. 8:30 9 മണി വരെ അയാൾ അവിടെ ഇരുന്നിട്ട് അയാൾ പോയി. പക്ഷെ പിന്നുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം മാഡത്തിന്? ഞങ്ങൾ കച്ചറ ഉണ്ടാക്കി. അങ്ങനെ ആരെങ്കിലും വന്ന് കയറി വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വീട്ടിൽ ഞാനും അമ്മയും ഇവനും കൂടി താമസിക്കുന്ന വീട്ടിൽ നട്ടപ്പാതിലേക്ക് അങ്ങനെ ഏതെങ്കിലും ആണുങ്ങൾക്ക് കയറി വരാൻ പറ്റുമോ? 6ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളറിയാത്ത ഒരാളെങ്ങനെ നമ്മുടെ വീട്ടിലേക്ക്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാത്ത നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രയൊക്കെ എന്താ, നമുക്ക് അറിയാത്ത ഒരാൾ വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. അറിയുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ചിന്തിക്കാം, അറിയുന്ന ആളാണല്ലോ എന്ന് ചിന്തിക്കാം. പിന്നെ അതിൽ കൂടെ കള്ളത്തരം ഉണ്ടോ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും കസിനാണ്, വീട്ടിൽ വരുന്ന ആളൊക്കെയാണ്, നമ്മൾ വീട്ടിൽ വരുന്ന ആളാണല്ലോ എന്ന് നമ്മൾ ഓർക്കുന്ന പ്രായമേ ഉള്ളൂ, ആ പ്രായം. പക്ഷെ അതിലപ്പുറത്തേക്ക് കള്ളത്തരം മനസ്സിലാക്കാൻ ചിലപ്പോൾ ആ പ്രായത്തിൽ പറ്റില്ല. പക്ഷെ അറിയാത്ത ഒരാൾ വീട്ടിൽ വരുമ്പോൾ അത് തീർക്കാൻ നമുക്ക് ഏത് പ്രായത്തിലും പറ്റും. അത് കഴിഞ്ഞു, അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ 7, 8 ഏകദേശം ആ ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ശനി ഞായർ ഇപ്പം അമ്മ താമസിക്കുന്ന വല്യമ്മയുടെ വീടുണ്ട്. അമ്മ പറയും വെള്ളിയാഴ്ച ആകുമ്പോൾ പറയും താഴത്തേക്ക് പോയി നിന്നോന്ന് പറയും. അപ്പം എന്ത് ചെയ്തു, അമ്മമ്മ തറവാട്ടിൽ ഒറ്റയ്ക്കാണ്, മാമൻ ലോറിയിൽ പണിക്ക് പോലെ. അപ്പം അമ്മായി ഉണ്ട്. ഇല്ല, മാമന് പശുവായിട്ട് കൃഷിയായിട്ട് മാമൻ പണ്ടൊക്കെ മദ്യവെക്കാറുണ്ടായിരുന്നു. മാമ അധ്വാനിക്കുന്ന പൈസ മാമ കളഞ്ഞിട്ടുള്ളൂ, അല്ല വേറെ ഒരാളോടും കടം മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ മാമനൊന്നും അമ്മയ്ക്ക് താല്പര്യമില്ല. കാരണം അമ്മയുടെ ഒരു കാര്യത്തിനോ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഞങ്ങളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാ ഫാമിലി മെമ്പേഴ്സായിട്ടും അമ്മ തെറ്റി. അപ്പോൾ ഞങ്ങൾക്ക് ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല, ഞങ്ങൾക്ക് ഒരാളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. കാരണം ഞങ്ങളെയും കൊണ്ട് അമ്മ അങ്ങ് പോയതാണ്. പിന്നെ ഒരാളായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ല. അമ്മ എല്ലാവരോടും തെറ്റിലാണ്. ആരും അമ്മേൻ്റെ കാര്യത്തിലേക്ക് ഒരു പരിധി കൂടുതൽ വരികയും ചെയ്യില്ല. കാരണം അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ ഞങ്ങൾ ആരോട് പറയും? ഞങ്ങൾക്ക് ആരോടും പറയാനില്ല. കാരണം എല്ലാവരോടും അമ്മ തെറ്റി നിൽക്കുകയാണല്ലോ, നമുക്ക് ആരോടൊന്നും പറയാനില്ല. ആരും നമ്മളോടും വലിയ മൈൻഡിന് വരില്ല. കാരണം ഞങ്ങളൊരു ആരെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അതിന് ഞങ്ങൾക്കും ചീത്തയേക്കും, ഓരോടും പോയി കച്ചറ ഉണ്ടാക്കും. എന്തിനെൻ്റെ മക്കളോട് മിണ്ടിയെന്ന് പറഞ്ഞാൽ കച്ചറ ഉണ്ടാക്കുന്ന ടീമാണ് അമ്മ. നാട്ടിൽ അയൽവാസികൾ മുഴുവനായിട്ട് തെറ്റിലാണ്. ഇപ്പോൾ പുതിയൊരു വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അവിടെ തൊട്ടടുത്ത് മാഡം പി വത്സലയെന്ന് അറിയോ, എഴുത്തുകാരി പി വത്സലയുടെ മകളുണ്ട്, മിനി. ഒറ്റ മകളേ ഉള്ളൂ. ഈ മിനി ഡോക്ടറുടെ വീട് ഇപ്പോൾ താമസിക്കുന്നത് തൊട്ടടുത്താണ്. ഈ ഡോക്ടറായിട്ട് കഴിഞ്ഞ മാസം, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാസം കച്ചറ ഉണ്ടാക്കിയിട്ട് ആ മിനി ഡോക്ടർ അവിടെ ഇവർക്ക് പോകാനുള്ള വഴി വരെ കെട്ടിയടച്ചു. അവരുടെ പറമ്പ് കൂടെ എവിടെ പോയാലും അവസ്ഥയാണ്. ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ല, ഒക്കെ ഉള്ളതാണ്, വഴി കെട്ടിയടിച്ചതാണ്. ഒക്കെ വേണമെങ്കിൽ ഞാൻ മാഡത്തിന് വേണം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഒക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്ത് കാര്യം പറയുന്നത് എൻ്റെ അമ്മനെ മുൻനിർത്തിയേ പറയുള്ളൂ മാഡം. കാരണം ഇല്ലാത്തതല്ല ഞാൻ പറയുന്നത്, ഉള്ളതാണ്. 6ാം ക്ലാസ്സിന് അയാളെ പുറത്താക്കി. അതിന് ശേഷം അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു വല്യമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് TV കാണാമല്ലോ. ഞങ്ങൾക്ക് TV കറണ്ടും ഒന്നും ഇല്ല അന്ന കാലത്ത്. അപ്പോൾ TV, കാരണം മക്കളല്ലേ, TV ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള കാര്യമായിരുന്നു. അതിന് ഞാൻ TV കാണുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മ ഒറ്റയ്ക്കാണ് മുകളിൽ, മാമ മറ്റേ ലോറിയിൽ പോകുന്ന ആളായിരുന്നു. അപ്പം മാമൻ എപ്പോഴെങ്കിലും വരിക. അപ്പം അമ്മമ്മയ്ക്ക് പേടിക്ക് ഒരാളെന്നുള്ള രീതിയിൽ ഇവനും വിടും. ഈ സമയത്ത് ഈ ശനി ഞായറുള്ള സമയമുണ്ടല്ലോ, ഞങ്ങൾ 2 ദിവസം, അതായത് രാവിലെ തിരിച്ചു വരും, ഞങ്ങൾ രാത്രി പോകും, TV കാണും, രാവിലെ വരും, ഞങ്ങൾ കളിച്ച് നടക്കും, മീൻ പിടിക്കാൻ പുഴ തൊട്ടടുത്തുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ലൈഫ് ചെറുപ്പത്തിൽ. അപ്പോൾ ഈ സമയത്ത്, അതായത് ഞങ്ങൾ വീട്ടിലില്ലല്ലോ, ഞങ്ങൾക്കാണ് അത്ര അങ്ങ് ചിന്തിക്കാനും പറ്റില്ല. നമ്മൾ ഒഴിവാക്കാനൊന്നും ചിന്തിക്കാനുള്ള ബോധമല്ല. കാരണം എനിക്ക് TV കാണണം, ഓന് മാമൻ്റെ അവിടെ പോയാൽ ആ ഒരു ലെവലിലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഈ സമയത്ത് ഈ പറഞ്ഞ ആളെ സ്ഥിരമായിട്ട് വിളിച്ചു വരുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അല്ലല്ല, വൈദ്യരല്ല, വൈദ്യര് വേറെ. വൈദ്യരുടെ വേറെ സൈഡിൽ കൂടെ, അത് കടയിൽ പോകുമ്പോഴുള്ള ബന്ധമാണ്. ഇത് വേറെ സൈഡിൽ കൂടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 10ാം ക്ലാസ്, കാരണം 10ാം ക്ലാസ് വരെയൊക്കെ ഏകദേശം പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. അന്നൊന്നും നമുക്ക് വലിയൊരു ഐഡിയ കിട്ടിയില്ല. മീൻസ് ഇങ്ങനെ ഒരു ടീം വരുന്നുണ്ടെന്ന് അറിയില്ല. കാരണം മാമൻ്റെ വീട് ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ്, ഒരു 2 പറമ്പ് താഴെയാണ്, നോക്കിയാൽ കാണും. അപ്പോൾ അത്ര അടുത്താണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രയൊന്നും അമ്മേനെ അവിശ്വസിക്കാനും ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളത് അത്ര ഓർക്കുന്നില്ല. ഞങ്ങൾക്ക് അവിടെ വീടിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഇല്ലല്ലോ, അയൽവാസികളില്ലല്ലോ, ഞങ്ങളോട് ആരും മിണ്ടില്ലല്ലോ.
അമ്മേനോട് ആരും മിണ്ടില്ല, അയൽവാസികളൊക്കെ ആയിട്ട് തെറ്റാണ്. ഒരു വീട്ടിൽ പോലും മിണ്ടില്ല. ഇപ്പൊ അമ്മ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ളവരൊക്കെ ഞങ്ങളോട് സംസാരിക്കാനും അവരുടെ വീട്ടിലേക്ക് ഓരോ പരിപാടിക്ക് ഞങ്ങൾ വിളിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ വിളിക്കാൻ മിണ്ടലും പറിച്ചിട്ടൊന്നുമില്ല, ഒരാളും ഇല്ല. ഞങ്ങളിപ്പോഴും താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ്. എന്നിട്ട് അങ്ങനെ ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, മില്യൺ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട്. ഗോൾഡിന്റെ ഷെയർ വാങ്ങി വയ്ക്കുന്ന പരിപാടിയാണ്. തിരുവനന്തപുരം കന്നഡേന്റെ. ഞാൻ ഒപ്റ്റിക്കൽ ടെക്നീഷ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ TTC ഡിഗ്രി കഴിഞ്ഞു. PSC ലിസ്റ്റിലുണ്ട്. എപ്പോഴും ഒരുമിച്ച്. ഞങ്ങളല്ലേ ഉള്ളൂ മാഡം. ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് തമ്മിൽ അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾക്ക് തമ്മിൽ ജീവിക്കാനേ പറ്റുള്ളൂ. അതപ്പോൾ വേറെ ആരോട് പരിധിയൊരു പരിധിയില്ല. അമ്മയ്ക്ക് അങ്ങനെയാണ്. അമ്മയ്ക്ക് നാട്ടിലിറങ്ങി മുഴുവൻ പറഞ്ഞു നടക്കാം. ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾക്കാണ് നാണക്കേട് ചിന്തിക്കാൻ ബോധം ഞങ്ങൾക്കുണ്ട്. പുള്ളിക്കാർക്ക് അത് മനസ്സിലാവില്ലല്ലോ. സ്വന്തം നാണക്കേടാണ് സ്വന്തം പറഞ്ഞു നടക്കുന്നതിനുള്ള ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ല. അതൊക്കെ ഇപ്പോഴാണ്, ഇപ്പൊ ഈ അടുത്ത കാലത്ത് മാത്രം. പണ്ടൊക്കെ ഫുൾ തെറ്റി നടക്കുമായിരുന്നു. പേടിയാണ് ഇവര് ഈ വ്യക്തിനെ മിക്കാൽ ഈ ഞാൻ പറയട്ടെ, സിമ്പിൾ ആയിട്ട് പറയാം. ഈ വിശ്വ ആണ് എല്ലാവർക്കും പേടിച്ചിട്ട് അവിടെ നോർമലി സാധാരണക്കാരാണ്. പുള്ളിക്കാരത്തിനോട് ഒന്ന് പറഞ്ഞാൽ പോലീസ് കേസ് ഈ ഒരു സെറ്റപ്പാണ് പുള്ളിക്കാരത്തിന്റെ. അപ്പൊ എന്താ സ്വാഭാവികമായിട്ടും തൊട്ട അയൽവാസികൾ എന്താ ഒന്നും നിൽക്കില്ല. കാരണം ഒരു പേടിയാണ്, മനുഷ്യന്മാർക്ക് പേടിയാണ്. ഒന്നും മറ്റൊരാളോട് നമുക്ക് സംസാരിക്കുമ്പോൾ ഈ രീതിയിലാണ് അയാൾ പെരുമാറുന്നത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ 10th കഴിഞ്ഞു. 10th പഠിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് കാണുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ക്യാരക്ടറിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കള്ളു കുടിച്ചു വരും. അതെനിക്കിഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കള്ളു കുടിച്ചിട്ട് നിങ്ങൾ കാണാൻ വരണ്ട, അല്ലാതെ കാണാൻ വന്നോളൂ. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛൻ 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയില്ല. എനിക്കും എൻ്റെ അനിയനും ആകെ ചെയ്തു തന്നത് ഒരു ജോഡി ഡ്രസ്സാണ്. അത് മാത്രമേ ചെയ്തു തന്നിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും ഞാൻ പറയുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയത് അമ്മയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അമ്മ ഞങ്ങളെ കൊണ്ടു നടന്നത് എന്തിനായിരുന്നു എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ പക്വതയായപ്പോൾ നമുക്ക് മനസ്സിലായി. ലോക്കാക്കിയതാണ്, ഞങ്ങളെ മനഃപൂർവ്വം ലോക്കാക്കി. അതായത് ഞങ്ങളെ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ഷൻ വെക്കാത്തതിന്റെ കാരണം അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ളത് മാത്രമേ. എന്നിട്ട് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു. ആ സമയത്തൊന്നും പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെ കോഴിക്കോട് പോകാനായിട്ട് തുടങ്ങി. അതായത് ആഴ്ചയിൽ 3 ദിവസം അമ്മ കോഴിക്കോടാണ്. ഈ പറയുന്ന വ്യക്തിയൊക്കെ കോഴിക്കോട്ടുകാരനാണ്. ഇവിടെ എന്താ പറയുക, നമ്മളെ കോട്ടൂളി ആ ഭാഗത്ത് എവിടെയാണ് ഇയാളുടെ വീട്. നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫാമിലി ഇങ്ങനെ എങ്ങുമില്ലാതെ നശിക്കുന്ന സമയത്ത് അത് നശിപ്പിക്കാൻ കാരണക്കാരായവരൊക്കെ എത്രത്തോളം നല്ലോണം ജീവിക്കുന്നുണ്ടെന്ന് നമുക്കൊന്നും അറിയണ്ടായി. നമുക്ക് മാത്രം അനുഭവിച്ച പോരല്ല മേഡം. ഒരു തെറ്റ് ചെയ്താൽ അത് ഒരാണും പെണ്ണും കൂടിയാണ് ഒരു തെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈക്വലാണ്. ഒരാളുടെ ഭാഗത്ത് മാത്രം ന്യായമൊന്നുമില്ല. രണ്ടാളും ഒരു തെറ്റ് ചെയ്താൽ അത് ഈക്വൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കി. അവർ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, നമ്മളെ ഇത്ര ആക്കി വെച്ചിട്ട്. കുഴപ്പമില്ല, കർമ്മം കിട്ടും എന്ന് പറഞ്ഞാൽ കിട്ടും. എന്നിട്ട് അങ്ങനെ TTCക്ക് ഞാൻ പഠിക്കാൻ പോയി. പത്തനംതിട്ടയായിരുന്നു. ഇവൻ +2 ആണ്. ആ സമയത്ത് +1 +2 ഏകദേശം ആ റേഞ്ചാണ്. 10th അപ്പോൾ 10th +1 +2 ഇവൻ മാമൻ്റെ അവിടെ പോകും. ഞാൻ TTCക്ക് പത്തനംതിട്ടയാണ്. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ 2 വർഷം അമ്മ ആർമാദിച്ചിട്ടുണ്ടോ എന്തോ അറിയില്ല. കാരണം ഈ വാക്കുകളൊന്നും ഞാൻ ഉദ്ദേശിച്ചല്ല. എൻ്റെ അമ്മയുടെ വായിന്ന് വന്ന ഒരൊറ്റ വാക്കുണ്ട് എൻ്റെ അനിയനോട്, ഞാൻ എൻ്റെ വികാരം തീർക്കാൻ എന്തും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ആർമാദിക്കുക എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത് മാഡം. ഇത്രയും കാലം എനിക്ക് ഒരാളുടെ മുന്നിൽ ഇത് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ സ്ഥിതിക്ക്, ഈ പ്രശ്നം ഇവിടെ എത്തിയ സ്ഥിതിക്ക്, എസ്പെഷ്യലി ഒരു വനിതാ സംരക്ഷണോ വനിതാ കമ്മീഷനോ എവിടെയല്ല, ഇനിയിപ്പോൾ ഒരു കോടതിയിൽ എത്തിയ കഴിഞ്ഞാൽ പോലും സത്യം അത് നമ്മൾ സത്യം തന്നെ പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വനിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും അമ്മ ദൈവമാണെന്ന്. അമ്മ ദൈവമായിരിക്കും. അമ്മ ദൈവം ആവുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനത്തെ അമ്മമാരുണ്ടായിട്ടാണ്. എല്ലാ അമ്മമാരും ദൈവമല്ല. ഇൻഡിവിജ്വലാണ്. ഓക്കെ, എല്ലാം ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ മാഡത്തിനോട് പറയട്ടെ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എക്സ്പെഷ്യലി ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു മനുഷ്യന്റെ കുറച്ച് സൈക്കോളജി ഒക്കെ ഞാൻ പഠിച്ചു. കാരണം ഞാൻ TTC പഠിച്ച 2 വർഷം എനിക്ക് സബ്ജക്റ്റിന് സൈക്കോളജി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ എങ്ങനെ ഇനി ജീവിക്കണം? ഒരു കാര്യം ചെയ്തോളൂ, ഭാസ്കര വൈദ്യരെ കല്യാണം കഴിച്ചോളൂ. നമുക്ക് പ്രശ്നമില്ല, കല്യാണം കഴിച്ചോളൂ. ഞാൻ ഇല്ലാത്തല്ല കേട്ടോ പറഞ്ഞു. ഇല്ലാത്ത പറയണ അമ്മ ഇല്ലാത്തതാണെന്ന് പറയണേ, കല്യാണം കഴിച്ചോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല.
പക്ഷെ ഒറ്റ കാര്യം, കല്യാണം കഴിച്ച് നിങ്ങൾ ഓരോ കൂടെ പോകണം. ഞങ്ങൾ ഇവിടെ ജീവിച്ചോളാം, പ്രശ്നമില്ല. കാരണം എന്നാലും നമുക്ക് ചീത്തപ്പേരില്ല ഒരു വ്യക്തിനെ കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ സേതുമാധവൻ നായരെ കല്യാണം കഴിച്ചോളി, അതായത് ഈ രാത്രി കയറുന്നു എന്ന് പറഞ്ഞ വ്യക്തിനെ കല്യാണം കഴിച്ചോളി. അതും പറ്റില്ല. ഇതിന് ശേഷമാണ് പിന്നെയും കുറച്ച് ടീംസും കൂടെ വരുന്നത്, നമ്മളെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ, നമ്മുടെ വീട്ടിൽ വരാൻ പല ആൾക്കാരും. സംഭവം പ്രശ്നം ഉണ്ടായത് ഇത്രയും സിമ്പിളുള്ളൂ. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഞാൻ കഴിഞ്ഞ, അതായത് കൊറോണ വന്ന 2020, നമുക്ക് മാർച്ച് 2020 മാർച്ചിൽ നിന്ന് കൊറോണ വന്നു. 2019 ഡിസംബറിൽ ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയി, കടയിൽ പോയി. ഞാനും പോയി, ഇവനും പോയി. ഇവൻ ഗൾഫിൽ നിന്ന് വന്നു നിൽക്കുന്ന സമയം. 2019 ഡിസംബറിലാണ് കൊറോണ വന്നത്. നമുക്കിവിടെ കൊറോണ വരുന്ന മാർച്ചിലാണ്. 2019 ചൈനയിൽ വന്നു. 2020 നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെ 2019 ഡിസംബറിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയി. പോകുമ്പോൾ ഞാൻ മുൻകൂട്ടി എനിക്കറിയാം ഇവരുടെ സ്വഭാവം എന്താ. കാരണം ഞാൻ പറഞ്ഞില്ല, നാട്ടുകാർക്ക് വരെ അറിയാം ഇവരെന്താണെന്നുള്ളത്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്ര തെറ്റാണെങ്കിലും അത് ഇവർക്ക് ശരിയാണ്. സമൂഹത്തിന് മുഴുവൻ തെറ്റാണെങ്കിലും ഇവർക്കത് ശരിയാണ്. ഇവർ അതിന് വേണ്ടിയിട്ട് എവിടം വരെ പോകും. മീൻസ് ഈ വ്യക്തികൾ ആസ് എ പേഴ്സൺ, ഇപ്പോൾ പുറത്തിരിക്കുന്ന ആ ചേച്ചി അടക്കം, ആ ചേച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്നാണ്. ഫസ്റ്റ് പോകുമ്പോൾ ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം കൂടി പോയി. അന്ന് ഞാൻ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ഈ കടയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ കടയിൽ നിങ്ങൾ വരുന്നത്, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഹസ്ബൻഡ് ഉണ്ടോ? എന്നോട് പറഞ്ഞു ഇല്ല, എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഞാൻ പറഞ്ഞു കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ കുട്ടിയൊക്കെ വരരുത്, നിങ്ങൾക്ക് വേറെ മാന്യമായിട്ടുള്ള ഒരുപാട് ജോലിക്ക് പോകാം, ഇവിടെ നിങ്ങൾ എന്തിനു വരുവാന്ന് ചോദിച്ചു. ആ ചേച്ചിക്ക് ഓക്കെ ആയിക്കോട്ടെ പറഞ്ഞു. പക്ഷെ ആ ചേച്ചിക്ക് ഇത്ര കാലമായിട്ട് 2-2.5 വർഷം കഴിഞ്ഞിട്ടും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവേണ്ട, കുഴപ്പമില്ല. കാരണം ഓരോരുത്തർ ഓരോ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യുന്ന പണി, ആ പണിയിൽ മാത്രമല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. മാഡം ചെയ്യുന്ന പണിയാണല്ലോ മാഡം ചെയ്യുന്നത്. അതേപോലെ അവർക്ക് അതായിരിക്കും താല്പര്യം, അവിടെ പോകുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് താല്പര്യം. അതുകൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ അവരുടെ കുട്ടികൾ നാളെ ശരിയല്ലാന്ന് തോന്നുമ്പോൾ ഞങ്ങൾ പറയുന്ന അതേപോലെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് ഞാൻ ഇപ്പോഴാ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. ചേച്ചിക്ക് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അതൊക്കെ അവരുടെ ലൈഫ്, അത് നമ്മൾ അറിയേണ്ടത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തുന്നത്. പിന്നെ ഞാൻ പറയാൻ പോയിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നു പ്രാവശ്യം, ഈ ചേച്ചി അമ്മയും കൂടെ വന്നു. അന്ന് ഞാൻ ചേച്ചിനോട് ഒന്നുകൂടി റിമൈൻഡ് ചെയ്തു, ചേച്ചി ഞാൻ അന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. കൈ വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടാവും. കൈ വെക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്ന് വെക്കായിരുന്നു മാഡം ഒന്ന് പറയണം. ഒറ്റ കാര്യം, ഒരു ഉന്തുന്തിയിട്ടുണ്ട്. അത് എന്തിനാ ഉന്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോഴും പറഞ്ഞുതരാം. ഒറ്റ ഉന്തുന്തിയിട്ടുണ്ട്, അത് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. അതിന് വ്യക്തമായിട്ടുള്ള കാര്യം. അത് ഞാനിനി അതിൻ്റെ പേരിൽ ഞാൻ ഇനിയിപ്പോൾ അനുഭവിക്കേണ്ടതെന്ന് ഞാൻ അനുഭവിച്ചോളാം. കാരണം അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അത് അവനവൻ്റെ ഫാമിലിയിൽ വരുമ്പോൾ അവരൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് അറിയില്ല. ആ ഒരു പ്രതികാരത്തിൽ മാത്രം ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു സിറ്റുവേഷനിൽ എൻ്റെ അമ്മ ഒരാളെ ഫോൺ വിളിച്ചു. ആ ഫോൺ വിളിച്ച് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അയാളെ വിളിച്ചു. എടുത്ത വഴിക്ക് അയാൾ ചോദിച്ചു, അമ്മയുടെ ഫോണിൽ നമ്മൾ വിളിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തൊക്കെയാണ് ഈ കുറച്ച് ദിവസമായാലും എൻ്റെ വിളിയൊന്നും കാണാനായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു. കാരണം എനിക്ക് അറിയില്ലല്ലോ, നമ്പർ സേവ്ഡ് അല്ല. അപ്പം എന്നോട് അയാൾ എടുത്ത വഴിക്ക് പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞ സതീൻ്റെ മകനാണെന്ന്. എടുത്ത വഴിക്ക് അയാൾ എന്നോട് റോങ് അടിച്ചു, തോന്നിയ ദിവസം പറഞ്ഞു. ഞാൻ ചോദിച്ചു ഈ എന്തിനാ ഇതിലേക്ക് വിളിച്ചത്. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിച്ചു ഈ ആരുടെ ഇതിലേക്ക് വിളിക്കാന്ന് ചോദിച്ചു. നിന്റെ അമ്മേനെ ഫോൺ ഈ ആരെ വിളിക്കാന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് തോന്നിയ ദിവസം പറഞ്ഞു. അപ്പോൾ ആളെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞു, മോനെ നമുക്ക് എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യാം, പണിക്കരെടുത്ത് പോകണം, ഞാൻ നോക്കട്ടെ. ഞാൻ അമ്മയോട് പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങളെ വിശ്വാസമല്ലേ, നമുക്കത് പോയി മാഡം. നമ്മൾ വിശ്വസിച്ചിരുന്ന കാലം, നമ്മൾ ഈ കൊറോണ വരുന്നത് വരെ എല്ലാ സൺഡേയും അമ്പലത്തിലൊക്കെ പോയി ദൈവത്തിൽ നല്ല വിശ്വസിക്കാം. പക്ഷെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമല്ല, എൻ്റെ അനിയന് ദൈവത്തിൽ വിശ്വാസമല്ല. ദൈവം അത്ര നല്ല പവറുള്ള ഒരാളായിരുന്നു, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം തരുമായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് ഈ ഒരു കാലത്ത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കില്ല, പക്ഷെ കർമ്മത്തിൽ വിശ്വസിക്കും. അവനവൻ ചെയ്യുന്നതിന് അവനവന് കിട്ടും, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എന്നും ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. എന്നിട്ട് അങ്ങനെ എന്നെ ഒരു പണിക്കരുടെ അടുത്ത് കൊണ്ട് ഞാനും അമ്മയും കൂടി കാറെടുത്ത്, കൂട്ടുകാരൻ്റെ കാറെടുത്ത് പോയി. അവിടെ നിന്ന് അമ്മ എനിക്ക് കാണിച്ചിരുന്ന ഒരു വ്യക്തി, അപ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രവി എന്നാണ് പേര്, ബേപ്പൂർ എവിടെയാണ് വീട്. അപ്പോൾ ഈ രവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കെയർ ഓഫിലാണ് ഈ പണിക്കരുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ പണിക്കർ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പണിക്കരോട് ചോദിച്ചു ഇങ്ങനെയൊക്കെയാണോ. കാരണം എനിക്ക് അന്നേ അന്ധവിശ്വാസമാണ്. പണിക്കർക്ക് ഉത്തരം മുട്ടുന്ന രീതിയിൽ 1-2 കാര്യം ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ പണിക്കർ തിരിച്ചു മറിച്ച് എന്തൊക്കെയൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ എന്ന്. ഞാൻ നിർത്തി, ചോദ്യമൊക്കെ ഞാൻ നിർത്തി, ഞങ്ങൾ ഇറങ്ങി പോകുന്നു. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് അയാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നമ്പർ ട്രൂ കോളറിൽ അടിച്ചു നോക്കി. അപ്പം തന്നെ രവി, ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അയാൾക്കും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം. അപ്പം അമ്മ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു, ഈ അറിയേണ്ട ആവശ്യമില്ലാണ്. ദേഷ്യം പിടിച്ചു.
ഞാൻ ഫോൺ തന്നെ കൊടുത്തു. ആ ദേഷ്യത്തിൽ ഞാനൊരു തുമ്പി. അതാണ് ഞാൻ ചെയ്തത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ആരുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ സംഭവിക്കുക? എനിക്കിപ്പോഴും അറിയണം. എൻ്റെ അമ്മയുടെ കാര്യത്തിന് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി കാരണം നാട്ടുകാർ നമ്മളെ തെറി വിളിക്കുക. ഈ ആരുടെ, ഈ എൻ്റെ അമ്മയുടെ കാര്യം അന്വേഷിച്ച് ഈ ആരാന്ന് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ മക്കളെന്താ വെറും പൊട്ടന്മാരായിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാരാ? മാഡം ചിന്തിക്കണം. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന്റെ കാരണക്കാരിയാ. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതിന്റെ കാരണക്കാരി. പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് പറയാം. മാഡം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, മാഡത്തിന്റെ അടുത്ത് അന്വേഷണം എത്തിയ സ്ഥിതിക്കാണ് മാഡം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. എൻ്റെ അമ്മയായിട്ട് ബന്ധപ്പെട്ട രക്തബന്ധങ്ങളുണ്ട്. എൻ്റെ അമ്മ ജനിച്ച അന്ന് മുതൽ എൻ്റെ അമ്മേനെ കണ്ട് വളർന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഇപ്പോഴും ജീവനോടുള്ള ആൾക്കാരുണ്ട്. എൻ്റെ അമ്മേൻ്റെ അമ്മ, എൻ്റെ അമ്മേൻ്റെ ചേച്ചിമാർ, എൻ്റെ അമ്മേൻ്റെ ആങ്ങള, എൻ്റെ അമ്മേൻ്റെ അനിയത്തി, പിന്നെ ഞങ്ങളുടെ അയൽവാസികൾ, പിന്നെ ഞങ്ങളുടെ നാട്ടുകാർ. വളർച്ചാ ഘട്ടത്തിൽ ആകെ ഉണ്ടായത് അച്ഛന്റെ കാര്യം മാത്രമേ ഞങ്ങളോട് പറയേണ്ടി വന്നിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ അതേ ചോദിച്ചിട്ടുള്ളൂ. അതിന്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊന്നും, കാരണം ഞാൻ പറയാം, അല്ല ഞാൻ ചോദിക്കാണ് നിങ്ങളുടെ അടുത്ത് പേഴ്സണൽ ആയിട്ടല്ല നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അടിക്കാൻ കുത്തുക അങ്ങനെ എന്തെങ്കിലും? ആ കല്ലെടുത്ത് വരെ ഏറി ഞങ്ങൾ ഓടലാണ്. ഇപ്പോഴതിനുള്ള തെളിവുണ്ട്. ഇപ്പോഴതിനുള്ള തെളിവുണ്ട്. വെറുതെ പറയല്ല, ഇപ്പോഴതിനുള്ള തെളിവ് എന്റെ അമ്മമ്മ ഉണ്ട്, എന്റെ അമ്മായി ഉണ്ട്. എന്റെ അമ്മേനെ സ്വന്തം അമ്മയാണ് പറയാം. അമ്മമ്മ ഉണ്ട്, അമ്മായി ഉണ്ട്. ഞങ്ങൾക്കൊക്കെ 6 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തണം. എവിടെ കളിക്കാൻ പോയാലും അത് നല്ലതാട്ടോ. കാരണം ഇന്നും മാഡം ഇതുവരെ ഒരു തുള്ളി കള്ള് കുടിക്കാതെയും ഒരു സിഗരറ്റ് പോലും ഇതുവരെ വലിച്ചു നോക്കാതെയും വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും. ഒന്നും വേണ്ട, മാഡത്തിന് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം. അല്ല ഞാൻ പറയട്ടെ, നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചത് മാഡം. അല്ല സിമ്പിൾ ആയിട്ട് പറയാം, ഞങ്ങൾ ഇത്രയും കാലം നല്ല രീതിയിലാണ് ജീവിച്ചത്. അത് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തിയതുകൊണ്ടാണോ അല്ല ഞങ്ങൾ ഓട്ടോമാറ്റിക് അങ്ങനെ ആയതാണോ എന്ന് നമുക്കറിയില്ല. അമ്മേനെ വളർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിലേക്കും പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഒരിക്കലും പോവുകയും ചെയ്യും കേട്ടോ. വരയിട്ട് പറയുന്നു. ഏത് പാരന്റ്സ് ആയിട്ടുള്ള നമുക്കെല്ലാം ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ട് മാഡം, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയാം, ഞാൻ എന്റെ അമ്മേനോട് ഞാൻ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പറയട്ടെ, കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. എന്തിനെന്നറിയോ? അമ്മ നിങ്ങൾ കളിച്ച കളികളൊക്കെ കളിച്ചു, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ കളിച്ചോളി, പുറത്തറിയാത്ത രീതിയിൽ കളിച്ചോളി. ഞങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഇത്ര ആയല്ലോ, ഞങ്ങൾക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി അപ്പൊ നമുക്കൊരു ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ ആ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്റെ അമ്മേന്റെ സ്വഭാവമുണ്ട്. ഇനിയിപ്പോ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോലും അമ്മ വീട്ടിൽ നിൽക്കൂല. അമ്മയ്ക്ക് കടയിൽ പോകാതെ വേറെ ഒരു പരിപാടിയില്ല. ഒരാളുടെ മക്കളുടെ കല്യാണത്തിന്, ഒരാളുടെ കാര്യത്തിന് ഒന്നിനും അമ്മ പോകില്ല. അമ്മ പോകും എപ്പെന്നറിയാം, അമ്മ കടയിൽ നിന്ന് വന്നതിന് ശേഷം ഓട്ടോ വിളിക്കും, ഒരു 6 മണി 7 മണിയാകുമ്പോൾ പോകും, തിരിച്ച് അതേപോലെ വരും. വേറൊരു പരിപാടിയും ചെയ്യില്ല. പിന്നെ അതിൽ എല്ലാ വീട്ടുകാരായിട്ടല്ല, ആ സമയത്ത് പിന്നെ വീട്ടുകാരായിട്ട് ഇപ്പോൾ മിണ്ടിയില്ല. ഒരു ചിത്രന്നിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടുകാരായിട്ട് ഇപ്പോൾ മിണ്ടിയില്ല. നമ്മള് വീട്ടിൽ നിന്ന് തെറ്റി ഇറങ്ങിയതായിരുന്നു. അത് ഒരു അച്ഛൻ വീട്ടിൽ നിന്ന് അടിയും കച്ചറ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ പോകാനല്ലേ തോന്നുന്നു. തറവാട്ട് വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ നേരെ സ്റ്റേഷനിൽ കേസായപ്പോൾ അമ്മന്റെ അടുത്തിന് വീട്ടിൽ ഞങ്ങൾ പോയി, അഗസ്റ്റിമിൽ തന്നെ, നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ. പിന്നെ അവിടെ നിന്നാണ് പിന്നെ നമ്മളെ പറമ്പിലെ ഷെട്ടൊക്കെ കെട്ടി താമസിച്ചത്. അവിടുന്ന് പോകുന്നതിന് ശേഷം ഒരു 6 മാസം ഇവരെ പോറ്റാൻ വേണ്ടിയാണോ ഈ ഒരു ജോബ് അല്ലെങ്കിൽ അന്നൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വരെ പോറ്റാൻ വേണ്ടി ചെയ്ത്. കാരണം ഇവരെ അച്ഛനും മുതൽ എന്റെ അച്ഛനും മുതൽ ഞങ്ങൾ പാറയുടെ മുകളിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സപ്പോർട്ട് കിട്ടിയില്ല? സ്വത്ത് കിട്ടി, 17 സെന്റ് സ്ഥലം ഉണ്ടില്ല, ഞാൻ പറയുന്നില്ല. അതിൽ ഒരു സാധനം സാധനം ഞങ്ങൾ അതിലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് മാഡം. ഞാൻ എന്റെ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കിയിട്ടുണ്ട്. ദേഷ്യം വരികയെന്ന് മാത്രമല്ല, സ്വയമാണ് ആക്രമിക്കുക. അതുകൊണ്ടാണ് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരും വരെ എങ്ങനെ എനിക്കറിയില്ല കേട്ടോ മാഡം. സിമ്പിളാണ്, അറ്റാക്ക് വന്നു 99% ബ്ലോക്ക്. മാഡം അറ്റാക്ക് വന്നു, അതായത് മീൻസ് ഒരു 4 വർഷം മുന്നേ ആയിരിക്കും, കറക്റ്റ് ഒരു ഇയർ അറിയില്ല. ഇവൻ ഗൾഫിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതായത് 2017 18 ആയിരിക്കും. അവിടെ ഉണ്ട്, പേപ്പേഴ്സൊക്കെ ഉണ്ട്. ക്യാൻസിറ്റിൽ അഡ്മിറ്റ് ചെയ്തു. 99% ബ്ലോക്ക് ആയിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ, അമ്മേന്റെ അനിയത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഉറക്കൊഴിഞ്ഞിട്ട്. ഇന്ന് ഈ അമ്മ പറയുന്ന അമ്മ പോയി
നിൽക്കുന്ന വീട്ടിലുള്ള ഏട്ടന്മാരുണ്ടായിരുന്നു. അല്ല ഓന അനിയത്തിമാരുടെ ചേച്ചീന്റെ മോനും മക്കളൊക്കെ ഉണ്ട്. ചേച്ചീന്റെ മോനും മോളും എല്ലാരും ഉണ്ടായിരുന്നു. മറ്റേ ചേച്ചീനെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീട്ടിൽ ചേച്ചീന്റെ ഞങ്ങളുടെ അയൽവാസിയാണ് മാം. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ്. കാരണം അതെന്നാ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോയതാണ്. അമ്മ പോയി വീഴുന്നത് അവരുടെ വീട്ടിലാണ്. അപ്പൊ പിന്നെ ആ വീട്ടിലുള്ളവരല്ലേ കൊണ്ടുപോകുള്ളൂ. ഇന്നും അമ്മയ്ക്ക് പറയാനുള്ള എന്നാന്നറിയോ, ഈ തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ ഇന്നെ ഓരാ കൊണ്ടുപോയത്. ഞാൻ ചോദിച്ചോട്ടെ മാഡം, ഇപ്പൊ റോഡ് സൈഡിൽ ഒരാൾ വീണാല് അത് കാണുന്നവരെല്ലാം എടുത്തുകൊണ്ടുപോവാ. ഞാൻ ജോലിക്ക് പോയ വ്യക്തി, ഈ അമ്മ അറ്റാക്ക് ആയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മുറ്റത്ത് വീഴുന്നു. അപ്പൊ ആ വീട്ടിലുള്ളവരല്ലേ കൊണ്ടുപോവുക. അത് ഞാൻ ചെയ്ത തെറ്റാണോ? എന്നെ വിളിച്ച് ഞാൻ അവിടെ എത്തി, ഹോസ്പിറ്റലിൽ ഞാൻ എത്തി. 7 മണിയായപ്പോഴത്തേക്ക് ഞാൻ എത്തി. വൈകുന്നേരം 6 മണി 5:30 6 മണി കഴിഞ്ഞു. ഓക്കെ മാം, അത് ഇനിയും കുറച്ചുകൂടെ പറയണ്ട്. അതൊക്കെ ക്രിമിനൽ ഓഫൻസിലേക്ക് വരുന്ന കുറെ കഥകളൊക്കെ ഉണ്ട് ഈ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അത് ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറയും. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അമ്മ 99% ബ്ലോക്കായി. കാർത്തിക് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡിയാക് സർജനാണ് അമ്മേനെ നോക്കിയിരുന്നത്. ഒരു തമിഴനാണ്. പിന്നെ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ICUവിൽ അമ്മ അഡ്മിറ്റ് ആയി നിൽക്കുവാണ്. ഞങ്ങൾ കുറഞ്ഞ് പുറത്ത് നിൽക്കുവാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നത്. എനിക്കിതിന് മുന്നേ അങ്ങനെ ഉറക്കൊഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒരു കേസൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന അമ്മ നിൽക്കുന്ന വീട്ടിലെ, അതായത് വലിയ ടാട്ടുണ്ട്, പിന്നെ ആരാ മുനിയേട്ടൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മാറി മാറി അവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അമ്മേൻ്റെ ചേച്ചിമാർ അനിയത്തിമാർ എല്ലാവരും ഉണ്ട് മാറി മാറി നിൽക്കാൻ. അപ്പോൾ അമ്മ ഇതൊന്നും കാണില്ല, കാരണം അമ്മ ICUവിലാണല്ലോ. പക്ഷെ അമ്മയ്ക്ക് അറിയാം അമ്മേൻ്റെ അനിയത്തി ഉണ്ടെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ICUവിലേക്ക് അമ്മയ്ക്ക് നോർമലായിട്ടുണ്ട്. പക്ഷേ കാത്ത് ലാബ് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണം, ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യണം. ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട് ICUവിൽ തന്നെയായിരുന്നു. ആ സമയത്ത് മൂത്രം ഒഴിക്കാനോ എന്തോ ഒരു ആവശ്യത്തിന് എൻ്റെ മേമേനെ നേഴ്സ് ഉള്ളിലേക്ക് വിളിച്ചു, അമ്മേനെ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അമ്മയ്ക്ക് ECG ഒക്കെ വെച്ച സമയം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ എൻ്റെ പേഴ്സ് ഒന്നും കൊണ്ട, അമ്മേൻ്റെ അനിയത്തിനോട് പേഴ്സ് കൊണ്ട, ഈ ഫോണൊന്നും കൊണ്ട, ഞാനൊന്ന് കടയിലേക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ചിന്തിക്കണം, എവിടെ നിന്നാണ് ICUവിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം അനിയത്തി പറഞ്ഞു, അമ്മ ബാത്റൂമിൽ പോകില്ല മാഡം, കാരണം നേഴ്സുമാരില്ല, എന്റെ അമ്മേന്റെ അനിയത്തിനോടാണ് പറയുന്നത് ഈ ഫോണ് കൊണ്ട ഞാൻ വിളിക്കട്ടെ എന്ന്. ഇല്ല, കൊടുത്തില്ല. അപ്പൊ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നില്ല എന്ന് പറഞ്ഞത് അല്ല അല്ല അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞത് തന്നില്ല ഇല്ലാന്ന് പറഞ്ഞത്. വേണ്ട, അമ്മയുടെ അനിയത്തിന്റെ നമ്പർ ഞാൻ തരാം. ഓക്കെ, ചോദിച്ചു പോട്ടെ. അതെ, സിമ്പിൾ ആയിട്ട്. അല്ല, അതിന്റെ അത് വിഷയം വലുതാണെന്നുള്ള പറഞ്ഞു വരും മാഡം. അപ്പൊ ചോദിച്ചു, അനിയത്തി കൊടുത്തില്ല. അപ്പോ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് എന്തായാലും പോകണം, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ICUവിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ കേട്ടത് ഫോൺ എടുത്ത് ഞാൻ കടയിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അത് ഉണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അന്നത്തെ ഡേറ്റിലുള്ള കോൾ ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല കേട്ടോ മാഡം. പക്ഷെ അതിനുശേഷം കാത്ത് ലാബിൽ പിറ്റേന്ന് കൊണ്ടുപോയി. ഞാൻ എൻ്റെ അമ്മേന്റെ ചേച്ചി, എൻ്റെ അമ്മേന്റെ അനിയത്തി, ഞാൻ, അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. അമ്മേനെ കാത്ത് ലാബ് കൊണ്ടുപോയതിന് അമ്മ കച്ചറ ഉണ്ടാക്കി. എന്നെ കീറി മുറിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അതായത് അമ്മേനെ കീറി മുറിക്കാൻ അമ്മ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം. കൊണ്ടുപോയിട്ട് അവർ ചെയ്യാൻ സമ്മതിച്ചില്ല. പ്ലാസ്റ്റിക് ഒന്നും ചെയ്തിട്ടില്ല മാഡം, ഞാൻ പറയാം. ചെയ്തപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ? 99% ബ്ലോക്ക്. ഇപ്പോൾ റിസൾട്ട് ഉണ്ട്. പിന്നെ ഒന്നും മെഡിസിൻ എടുക്കുകയാണോ ചെയ്തത്? അത് മതിയെന്ന് പറഞ്ഞു. ഇല്ല, നമ്മളെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞിട്ടില്ല. ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു 99% ബ്ലോക്ക് ഉണ്ട്, CD അടക്കം തന്നു. നമുക്ക് കാണാമല്ലോ, ബ്ലോക്ക് കാണാമല്ലോ. പെയിൻ വന്ന് വീണുപോയി ഒരു പ്രാവശ്യം. അതിനുശേഷം ഇപ്പൊ എന്റെ അമ്മ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാമേ, അതായത് നമുക്ക് ഈ അറ്റാക്കിന്റെ വേദന വരുന്ന സമയത്ത് ഒരു നാവിന്റെ അടിയിൽ വെക്കുന്ന ഒരു ഗുളികയുണ്ട്. ആ ഗുളിക നമുക്ക് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മളെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ അത് സ്ഥിരമായിട്ട് വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വേർപ്പ് വരുമ്പോ വെക്കും. വേർപ്പ് വരുമ്പോ വെക്കുന്ന പറഞ്ഞാൽ വേറെ സ്ഥിരമായിട്ട് വെക്കുന്ന ഞാൻ കാണുന്നതാണ്. പക്ഷെ ഇതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പഠിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഈ മെഡിസിൻ, എനിക്ക് മെഡിസിൻ എന്താണെന്ന് അറിയില്ല, എന്നോട് പറഞ്ഞു ഇത് സ്ഥിരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് അറിയും, ബ്ലഡ് തീരെ ഇതുണ്ടാവില്ല, ബ്ലഡ് സർക്കുലേഷൻ ഓവർ ആയിരിക്കും. ഒരു മുറിയൊക്കെ പറ്റി കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ക്ലോട്ട് ആയിരിക്കും. അതിന്റെ കാരണം ഇതാണ് മാം.
ഐസോഡിഫൈവ് ആണ് ഗുളിക മാഡം. അതിന്റെ ബ്രദർ കഴിഞ്ഞ വർഷം ഐസോഡിഫൈവ് കൊറോണ ആണ് സമയത്ത് നാവിന്റെ അടി വെക്കുക. ഇതുപോലെ ആൻജിയോ പ്ലാസ്റ്റിക് ആൻജിയോഗ്രാം ഒക്കെ അറ്റ് എ ടൈം അത് മറ്റേതാണ് ഗുളിക. ഐസോഡിഫൈവ് ആണ് ഗുളിയുണ്ട്. അത് നമുക്ക് അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രമേ 3 കഷ്ണമൊക്കെ നാവിന്റെ അടി വെക്കാനേ പറ്റുള്ളൂ. സ്ട്രെസ്ഫുൾ ടൈം എന്നിട്ട് മാം അങ്ങനെ കാത്ത് ലാബ് കൊണ്ടുപോയി ഈ ലാബിൽ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി കയറ്റി. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുന്ന സംഭവം. ഓക്കെ, കുറച്ച് കഴിഞ്ഞു ഞങ്ങൾ പുറത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിലേക്ക് വിളിച്ചു. അതായത് കാത്ത് ലാബിന്റെ ഉള്ളിലും അതിന്റെ ഉള്ളിൽ നിന്നാണ് ചെയ്യുന്നത്. 2 സെക്ഷനായിട്ടാണ്. അപ്പോൾ ഉള്ളിലേക്ക് നേരെ വിളിച്ചു. 3-4 ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളോട് ചോദിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല, പുള്ളിക്കാരത്തി ഇങ്ങനെ സമ്മതിക്കുന്നില്ല, ഭയങ്കര റിയാക്ഷനാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന കാർത്തിക് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറും ആ ടീമും ഞങ്ങളോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് അമ്മേനെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി അവിടെ അക്രമം, എന്റെ ശരീരത്തിൽ കീറാൻ ഞാൻ സമ്മതിക്കില്ല, മറ്റേ ഇത് വേണ്ട, മറ്റേ കത്രികയൊക്കെ ഉണ്ടാവല്ലോ, ഇതൊക്കെ ഒഴിവാക്കുന്നു, അങ്ങനെ ഭയങ്കര പ്രശ്നം. കുറച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടർ ഉള്ളിൽ നിന്ന് വന്നതായിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു ഇല്ല കേട്ടോ പുള്ളിക്കാരത്തി ഇപ്പൊ നോർമലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ശേഷം ഞങ്ങൾ ഈ 3 പേരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്നിട്ടാണ് കാത്ത് ലാബിന്റെ കാര്യം തന്നെ. ഇതായിട്ട് കഴിയില്ല അമ്മ പറയുന്നത് എന്താണെന്ന് അറിയോ, എനിക്ക് ബ്ലോക്ക് ഒന്നുമില്ല, ഇവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന പരിപാടി, എനിക്ക് ബ്ലോക്ക് ഒന്നുമില്ല, ഞാൻ ചെയ്യൂല കണ്ടോ ഇപ്പോഴും. എന്നിട്ട് ആ ഡോക്ടറെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പറയും മാഡം, ഡോക്ടർ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഫുൾ തെറി. ഒരാഴ്ച മാക്സിമം വീട്ടിൽ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. പോകാൻ തുടങ്ങി കടയിൽ. ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ വ്യക്തിയാണ്. പോകാൻ തുടങ്ങി. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മാം. കാരണം ആ കൺട്രോള് അങ്ങനെ പറഞ്ഞതാണ് ഇന്നിവിടെ ഇരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവനില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പോയി, അത്ര തന്നെ. അന്നാണ് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ പോലും ഇല്ല. അലക്കുന്ന വരെ ഞാൻ തന്നെയായിരുന്നു അലക്കി കൊടുത്തത് സാരിയൊക്കെ. ഇല്ല നിങ്ങൾ പറയില്ല അങ്ങനെ. പോരെ, അതാരും അലക്കി കൊടുത്തു, അതാര് ചെയ്തു കൊടുത്തു? നിങ്ങൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടില്ല.